രാത്രി. എനിക്ക് ഇത് ചിന്തിക്കാൻ വയ്യ. 5 വർഷം എന്ന് പറയുന്നത് എൻ്റെ മോൾ ആ സ്റ്റേജ് എത്തുമ്പോൾ എന്നെ മറന്നു കാണും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിച്ച് കരയാണ്. അപ്പം ഈ പണ്ട് ഗൾഫിൽ ഇരുന്നവരൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് അയ്യോ, നോക്ക്. എന്റെ അവരെ അച്ഛൻ 3 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വരുന്നത്. അതാണ് ഇപ്പം ഇങ്ങനെ ആയത്. അല്ല, ഞാൻ സത്യം പറഞ്ഞ ഒരു പ്രായം വരെ അച്ഛനെ ആപ്പാടെ അച്ഛൻ 3 വർഷം കൂടുമ്പോൾ നാട്ടിൽ വന്ന് 2 മാസം നിൽക്കും. ആണല്ലേ? അച്ഛൻ ഇവിടെ നിന്ന് പണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം ഡൽഹിയിലൊക്കെ ആദ്യം പണ്ട് കേരള ഓട്ടോമൊബൈൽസിലായിരുന്നപ്പോൾ ഡൽഹി, ജയ്പൂർ, ജയ്സൽമീർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വർഷത്തിലോ അല്ലെങ്കിൽ 1.5 വർഷത്തിലോ ഒരിക്കലൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത്. ഇല്ല, ഗൾഫിൽ പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് 2 വർഷത്തിലൊരിക്കലൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു 9 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ ലിബിയയിൽ പോയതാണ്. എൻ്റെ അമ്മ പിന്നെ വരുന്നപ്പോൾ കംപ്ലീറ്റ് എൻ്റെ വരുന്നത് എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. അതിനിടയിൽ എൻ്റെ അമ്മ വന്നിട്ടുള്ള ഒരൊറ്റ തവണ ഞാൻ എൻ്റെ ഇന്ന് ഓർമ്മയുണ്ട്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? വല്ലപ്പോഴേ വിളിക്കാനൊക്കത്തുള്ളൂ അവിടെ നിന്ന്. അവിടെ ആക്ച്വലി അമ്മ എല്ലാ ദിവസവും വിളിക്കാമല്ലോ. ലാൻഡ് ഫോണിലാണ് അമ്മ വീട്ടിൽ. അന്നത്തെ കാലത്ത് ലാൻഡ് ഫോണാണ് വീട്ടിൽ. ലാൻഡ് ഫോണിൽ വിളിക്കും. ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കൂടുതൽ ക്യാഷ് ആവും. അപ്പോൾ കുറച്ച് സംസാരിക്കത്തുള്ളൂ, ജസ്റ്റ് ഒന്ന് സംസാരിക്കും, കട്ട്. ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അലമാരിലെ കണ്ണാടി നോക്കിയിട്ട് അമ്മ എന്ന് വിളിച്ച് കരയുമായിരുന്നു. സോറി, ഞാൻ കാരണം എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഇന്നും ഇഷ്ടമാണെന്നല്ല, ഞാൻ അറ്റാച്ച്ഡ് അമ്മയായിട്ടാണ് കൂടുതൽ. ഞാനപ്പോൾ പൊട്ടി കരയുമായിരുന്നു. കാരണം എൻ്റെ അമ്മ അന്ന് കത്തൊക്കെ എൻ്റെ അമ്മ അയക്കും. എൻ്റെ അമ്മയുടെ കത്തൊക്കെ ഞാൻ വീണ്ടും വായിക്കുമായിരുന്നു. ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കത്ത് വരുന്നത് വരെ അത് വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്കിതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് റിലേറ്റ് ആവും. അപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് കത്തയക്കുന്നതൊക്കെ എൻ്റെ അമ്മ കത്തിച്ചത് എനിക്കറിയാം. അച്ഛന് പ്രത്യേക ഒരു കത്തയക്കും, എനിക്ക് പ്രത്യേക കത്തയക്കും. ഒരു കത്തെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ചിലപ്പം ഒരു മാസത്തെ കാര്യം മൊത്തം ഒരു 4-5 പേപ്പർ കാണും. അതെനിക്ക് കത്ത് വരുമ്പോൾ കത്തിലെ പേപ്പറിന് പ്രത്യേക മണം കാണും. ഫോറിൻ്റെ കത്തിന് പ്രത്യേക മണമുണ്ട്. അപ്പം ഈ മണമാണ് ആ സമയത്ത് അമ്മയുടെ മണം എന്ന് പറയുന്നത്. സീരിയസ്ലി. ഓ, സൂപ്പർ. ഞാനത് നല്ല രീതിയിൽ എല്ലാം അറിഞ്ഞു തന്നൊരു ആളാണ് ഞാൻ. അപ്പം എനിക്കത് ഞാൻ അതുകൊണ്ടായിരിക്കാം മേ ബി